ഹലോ! മഴ തോരും മുമ്പേ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നമ്മുടെ മനുവിനോട് സംസാരിക്കുവാണ്. മനു പറയുവാണ്, "നമ്മള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കഥകള്. ബാലൻ അങ്കിളിന്റെ മനസ്സില് വൈജയന്തി എന്നൊരൊറ്റ പെണ്ണ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തോ ഒരു സംഭവമൊക്കെ അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ബാലചന്ദ്രൻ അങ്കിൾ ഇങ്ങനെ പെരുമാറുന്നത്" എന്ന് നമ്മുടെ മനു പറയുകയാണേ. അപ്പുറത്ത് നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, "നിന്നെ അവൾ അടുപ്പിക്കോ?" എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അലീനയ്ക്ക് നമ്മുടെ വൈജയന്തിയെ കണ്ട് ശുശ്രൂഷിക്കാനൊരാഗ്രഹം. ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ അളിയന്മാർ, അതായത് നമ്മുടെ വൈജയന്തിയുടെ ആങ്ങളമാര് കേൾക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, "അവള് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനോ? അവളെ ഞാൻ ആട്ടിപ്പായിക്കും" എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത് പോലെ തന്നെ ബാലചന്ദ്രന്റെ അവസാന വാക്കായിട്ട് എടുത്ത അലീന നമ്മുടെ വൈജയന്തിയെ നോക്കാൻ വേണ്ടി വരികയാട്ടോ. അപ്പൊ നമ്മുടെ വൈജയന്തി ആണെങ്കില് ഒരു കണ്ണ് ഇതായി, ഒരു സൈഡ് മൊത്തം ഫേസിന്റെ ഒക്കെ കവർ ചെയ്ത് വെച്ച് ഭയങ്കര സീരിയസ് സിറ്റുവേഷനിൽ ഇപ്പൊ കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ അലീനയ്ക്ക് നമ്മുടെ അമ്മയെ വൈജയന്തിയെ കാണുമ്പോ തന്നെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര കരച്ചിൽ വരും. എന്നിട്ട് വൈജയന്തിയുടെ കയ്യിൽ ഇങ്ങനെ അലീന പിടിച്ചിട്ട് പറയുന്നുണ്ട്, "അമ്മയുടെ മൂത്ത മോളായിട്ട് എന്നെ കണ്ടാ മതി. അമ്മ സുഖമാകുന്നത് വരെ ഞാൻ അമ്മയ്ക്കൊപ്പം ഉണ്ടാകും" എന്നിങ്ങനെ പറയുവാട്ടോ. അപ്പൊ നഴ്സുമാരോടും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വൈജയന്തിയുടെ മൂത്ത മകളാണ് അലീന എന്നുള്ളതാട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് ഇങ്ങനെ അലീന ഈ വാക്കുകൾ പറയുമ്പോൾ വൈജയന്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും വൈജയന്തി ആ ഒരു പൂർണ്ണമായിട്ട് ആരോഗ്യസ്ഥിതിയിൽ എത്തുമ്പോൾ നമ്മുടെ അലീന നമ്മുടെ വൈജയന്തിയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടാകും. അമ്മാതിരി ശുശ്രൂഷിക്കലായിരിക്കും നമ്മുടെ അലീനയുടേത് അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.